الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. സഹോദരങ്ങളെ, വിത്രിലെ ഖുനൂത്തിൻ്റെ വിശദീകരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ചു വെച്ചത്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, അള്ളാഹുവെ നീ ഹിദായത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തി, അവർക്ക് ഹിദായത്ത് നൽകിയതുപോലെ നീ എനിക്കും ഹിദായത്ത് നൽകണമേ. വആഫിനി ഫീമൻ ആഫൈത്, അള്ളാഹുവെ നീ മാനസികവും ശാരീരികവുമായ സൗഖ്യം നൽകി ആഫിയത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ എനിക്കും അതുപോലെ സൗഖ്യം നൽകണമേ. ഈ രണ്ട് വാചകങ്ങളാണ് നമ്മൾ ഇന്നലെ വിശദീകരിച്ചത്. മൂന്നാമത്തെ വാചകം വതവല്ലനി ഫീമൻ തവല്ലൈത്, നീ വിലായത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ എനിക്കും വിലായത്ത് നൽകണമേ. നീ ഏറ്റെടുത്ത് രക്ഷാധികാരം കനിഞ്ഞു നൽകിയവർ, അള്ളാഹുവിൻ്റെ തൗഫീഖ് അവൻ അനുകൂലമാക്കിയവർ, അവന് പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ധാരാളം അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് വിലായത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹിൻ്റെ ഔലിയാക്കൾ എന്ന് നമ്മൾ പറയില്ലേ, നീ ഞങ്ങളെ നിന്റെ ഔലിയാക്കളിൽ ഉൾപ്പെടുത്തണമേ എന്ന് വേണമെങ്കിൽ ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് പറയാം. ഒറ്റ വാക്കിൽ മലയാളത്തിന് ഇത്രയും അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു പദം തിരഞ്ഞിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് വിലായത്ത് എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വതവല്ലനി ഫീമൻ തവല്ലൈത് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവേ നീ ഞങ്ങളുടെ വലിയാകണമേ, നിന്റെ രക്ഷാധികാരം, നിന്റെ തൗഫീഖ്, നിന്റെ സഹായം, നിന്റെ കാരുണ്യം, നിന്റെ പരിഗണന എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണമേ. അള്ളാഹുവിൻ്റെ വിലായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായി നൽകുന്ന വിലായത്തുണ്ട്. അല്ലാഹു വലിയുൽ ലദീന ആമനു, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വലിയാണ്, അവൻ്റെ രക്ഷാധികാരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് അറിവ് കൊണ്ടും അമല് കൊണ്ടും ഹിദായത്ത് കൊണ്ടുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിലായത്ത് നൽകും. അതുപോലെ തന്നെ പൊതുവർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പടപ്പുകളുടെയും രക്ഷാധികാരിയാണ്. അല്ലാഹു പറഞ്ഞു, ഹത്താ ഇദാ ജാഅ അഹദുകുമുൽ മൗത്ത്, ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത് തവഫത്ഹു റുസുലുനാ വഹും ലാ യുഫർരിത്തൂൻ, മരണസമയം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. ആരാണ് അള്ളാഹു? മൗലാഹും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രക്ഷാധികാരിയാണ്, മൗലയാണ്, ഉടമയാണ്. ഈ അർത്ഥത്തിൽ അള്ളാഹു എല്ലാ പടപ്പുകളുടെയും രക്ഷാധികാരിയാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിലായത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, അള്ളാഹു എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് ഉടമപ്പെടുത്തുന്ന രക്ഷാധികാരിയാണ്. മറ്റൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായി അവൻ അനുസരിക്കുന്നവർക്ക് സഹായിച്ചും സംരക്ഷിച്ചും തൗഫീഖ് നൽകിയും കാവലേകിയും അവർക്ക് വിലായത്ത് നൽകുന്നവനാണ്. രണ്ട് രൂപത്തിലാണെങ്കിലും അല്ലാഹുവേ വതവല്ലനി ഫീമൻ തവല്ലൈത്, നീ രക്ഷാധികാരം ഏറ്റെടുത്ത് നീ അടുപ്പിച്ച, നീ സഹായിക്കുന്ന, നിന്റെ തൗഫീഖ് അനുകൂലമായവരുടെ കൂട്ടത്തിൽ എനിക്ക് വിലായത്ത് നൽകി നീ അനുഗ്രഹിക്കണമേ. വതവല്ലനി ഫീമൻ തവല്ലൈത്. അടുത്ത വാചകം എന്താണ്? വബാരിക് ലീ ഫീമ അഅതൈത്, അല്ലാഹുവേ നീ എനിക്ക് നൽകിയതിൽ ബറക്കത്ത് ചൊരിയണമേ. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു, അൽ ബറകത്തു ഹിയൽ ഖൈറുൽ കസീറു സാബിത്, നിലനിൽക്കുന്ന ധാരാളം നന്മ. നന്മയാകണം, അത് നിലനിൽക്കുന്നതാകണം, അതെപ്പോഴെങ്കിലും നിലച്ചു പോകാൻ പാടില്ല, ധാരാളം ഉണ്ടാകണം. ഇതിനാണ് ബറക്കത്ത് എന്ന് പറയാം. ഇങ്ങനെ അള്ളാഹുവെ നീ എനിക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ഉള്ള നന്മ അത് ധാരാളമായി എന്നെന്നും നിലനിൽക്കണം.
ഞാൻ മരിക്കുവോളം അത് നിലനിൽക്കണം. ഇങ്ങനെ നീ എന്തൊക്കെ നൽകിയിട്ടുണ്ടോ, അത് സമ്പത്താകട്ടെ, സന്താനങ്ങളാകട്ടെ, അറിവാകട്ടെ, അമലാകട്ടെ, പ്രവർത്തനമാകട്ടെ, ഐഹികമായ നമുക്ക് ലഭിച്ച നേട്ടങ്ങളാകട്ടെ, പാരത്രികമായി നമുക്ക് ലഭിക്കാനിരിക്കുന്നതാകട്ടെ, അള്ളാഹു നൽകിയിട്ടുള്ളത് എന്തൊക്കെയുണ്ടോ അതിലെല്ലാം നീ എനിക്ക് ബറക്കത്ത് നൽകണം. സഹോദരങ്ങളെ, ബറക്കത്ത് എന്ന് പറഞ്ഞത് ചില്ലറ കാര്യമല്ല. ധാരാളം സമ്പത്തുണ്ടായവർക്കൊക്കെ ബറക്കത്ത് ലഭിച്ചോളുന്നില്ല. എത്രയോ കോടിപതികൾ, ലക്ഷപ്രഭുക്കൾ, അവർക്ക് എണ്ണിയാലൊടുങ്ങാത്ത സമ്പത്തിന്റെ ശേഖരം ഉണ്ടാവും, പക്ഷെ ബറക്കത്ത് ഉണ്ടാവില്ല. അതനുഭവിക്കാൻ അവർക്ക് തൗഫീഖ് ഉണ്ടാവില്ല. ഭൂമി, ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടാവും, അതങ്ങനെ കിടന്ന് നശിക്കുന്നുണ്ടാകും. സമ്പത്ത്, ആസ്തി ധാരാളം ഉണ്ടാകും, പക്ഷെ അതനുഭവിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഉറങ്ങാൻ, സ്വസ്ഥമായി ഉറങ്ങാൻ, മനസ്സംതൃപ്തിയോടുകൂടെ ഒന്ന് കണ്ണടക്കാൻ ചിലപ്പോൾ തൗഫീഖ് ഉണ്ടാവില്ല. സമ്പത്ത് കയ്യിലുണ്ടാകുക എന്നല്ല ബറക്കത്തിന്റെ അർത്ഥം. കോടിപതികളുടെ ലിസ്റ്റിൽ സ്ഥാനം പിടിക്കുക, മില്യണറായി മാറുക എന്നതല്ല അള്ളാഹുവിന്റെ ബറക്കത്തിന്റെ അടയാളം. ബറക്കത്ത് എന്നത് ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഇങ്ങോട്ട് ഇറക്കി തരണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസൽ ഗിന അൻ കസറത്തിൽ അർദ് വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ സമ്പത്ത്, ധന്യത എന്ന് പറഞ്ഞാൽ ഭൗതിക വിഭവങ്ങളുടെ ആധിക്യമല്ല. കുറെ സമ്പത്ത് കൂമ്പാരമായി കൂട്ടിവെക്കുക, നിധിശേഖരം ഉണ്ടാകുക എന്നതല്ല യഥാർത്ഥ സമ്പത്ത്. വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. ഉള്ളത്, മിച്ചമുള്ളത് 10 രൂപയാണെങ്കിലും മനസ്സംതൃപ്തി ഉണ്ടാകുക. ഉള്ളത് എത്ര നിസാരമാണോ, ബാക്കിയാകുന്ന എത്ര തുച്ഛമാണോ, അതുകൊണ്ട് മനസ്സിൽ സംതൃപ്തി ഉണ്ടാകുക. അതാണ് യഥാർത്ഥ ധന്യത. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ബറക്കത്തിന്റെ സൂത്രവാക്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിലർക്ക് മക്കളുണ്ടാകും, ധാരാളം മക്കളുണ്ടാവും, പക്ഷെ മക്കളെ കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. ഉപകാരമുണ്ടാകേണ്ട മക്കളെ കൊണ്ട് ദ്രോഹമായിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് മക്കളിൽ ബർക്കത്തില്ലാത്ത അവസ്ഥ. മക്കളെ കൊണ്ട് കുറവൊന്നും ഉണ്ടാവില്ല, അല്ലേ? 10 കഴിഞ്ഞ തലമുറയിലാണെങ്കിൽ 10 മക്കളുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിലേറെ മക്കളുള്ള ആളുകൾ ഒരുപാട് നമുക്ക് നമ്മുടെ ചുറ്റുഭാഗത്തും ഉണ്ടാവും. വയസ്സായ ആളുകൾ, നമ്മുടെ കഴിഞ്ഞ ജനറേഷനിലെ പ്രായമേറിയ ആളുകൾ. പക്ഷെ മക്കളെമ്പാടുണ്ടാവും, മൂപ്പരിപ്പോഴും ഒറ്റപ്പെട്ടിട്ടായിരിക്കും. മൂപ്പര ആവശ്യങ്ങൾക്ക് സഹായിക്കാനോ, താങ്ങാകാനോ, തണലാകാനോ, ആശ്വാസമേകാനോ ഒന്നും ആരും ഉണ്ടാവില്ല. ഇങ്ങനെ മക്കളിൽ ബർക്കത്തില്ലാത്ത അവസ്ഥ. ചിലർ വലിയ അറിവാളന്മാരായിരിക്കും, വിവരം ഉണ്ടാവും, വിവരത്തിന് കുറവൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവന്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ആ ഇൽമിന്റെ ഒരു അടയാളം ഉണ്ടാവില്ല. അതാണ് ഇൽമിൽ ബർക്കത്തില്ലാത്ത അവസ്ഥ. ചില ആളുകളെ പറ്റി, ഇൽമ് വലിയ അറിവുള്ള ആളാണല്ലോ, എന്നിട്ട് എന്താണ് ഇങ്ങനെ, അവരൊക്കെ എങ്ങനെ ചെയ്യോ? അത് ഇൽമിൽ ബർക്കത്തില്ലാത്തതുകൊണ്ടാണ്. ജൂതന്മാരെ പറ്റി നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇൽമിനെ കുറിച്ച്, ജൂതന്മാരുടെ അറിവിനെ കുറിച്ച് എന്താ നമ്മൾ പറഞ്ഞത്? അവർക്ക് അറിവില്ലാഞ്ഞിട്ടല്ല, അറിവിൽ ബറക്കത്ത് ഉണ്ടായില്ല, അതുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ സൗഭാഗ്യമുണ്ടായില്ല. അറിവ് നേടി അതനുസരിച്ച് അമൽ ചെയ്യുക എന്നതാണ് അറിവിലെ ബറക്കത്ത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബറക്കത്ത് നൽകണമേ എന്ന ചോദ്യമാണ്. വബാരിക് ലി ഫീമാ അഅതൈത്. തൽക്കാലം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിൽ ബറക്കത്ത് നൽകുന്ന, ഹിദായത്ത് ഊട്ടിയുറപ്പിക്കുന്ന, മാനസികവും ശാരീരികവുമായ സൗഖ്യം കനിയുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിലായത്ത് അനുകൂലമാകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.